ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛാ 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 അയ്യോ അവിടെ തള്ളി തുറക്കണം അച്ഛാ. അച്ഛാ അച്ഛാ അയ്യോ അച്ഛാ 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 എന്തായി കാണിച്ചേ? എന്തിനാ മക്കള് അച്ഛനിനി ജീവിച്ചിരിക്കുന്നത്? എല്ലാം നഷ്ടപ്പെടുത്തിയത് ഞാൻ മാത്രം ഇതിന് ഉത്തരവാദി. അച്ഛൻ മരിച്ച ഇതിനെല്ലാം പരിഹാരമാവോ? എന്തിനാ അച്ഛാ ഞങ്ങളൊക്കെ ഇങ്ങനെ തോൽപ്പിക്കുന്നത്? പോയിതൊക്കെ പോട്ടെ, ഞങ്ങളെ മുന്നിൽ നിന്ന് നയിക്കേണ്ടത് അച്ഛനല്ലേ? നഷ്ടപ്പെട്ട ഈ പണവും സ്വത്തും മാത്രമാണോ നമ്മുടെ കുടുംബത്തിന്റെ ശക്തി? അച്ഛനും മക്കളും മരുമക്കളും ചേർന്ന സ്നേഹമാ ഈ കുടുംബത്തിന്റെ ശക്തി. അതിനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല അച്ഛാ. തിരിച്ചു പിടിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അച്ഛൻ നഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ പിന്നെ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? അച്ഛന് നഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾക്ക് ലോകത്ത് ഒരു സമ്പത്തും വേണ്ട. അച്ഛൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മാത്രം മതി. എല്ലാത്തിനും നേരിടാനുള്ള ശക്തി ഞങ്ങൾക്ക് കിട്ടും. നെല്ലിശ്ശേരിയിലെ സേതുമാധവൻ അങ്ങനെ എളുപ്പം ഏതെങ്കിലും ഒരാൾക്ക് തോൽപ്പിക്കാൻ പറ്റുന്ന ഒരാളാണോ? അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ഞാൻ അറിയാതെ അച്ഛൻ ഒരുപാട് കുറ്റപ്പെടുത്തി. അച്ഛൻ മനഃപൂർവ്വം ചെയ്തതല്ല ഇതൊന്നും ഞങ്ങൾക്കറിയാം. ആ സമയത്ത് ഞാൻ അറിയാതെ അങ്ങനെയൊക്കെ പറഞ്ഞുപോയി. എന്നോട് ക്ഷമിക്കച്ച. അച്ഛൻ ക്ഷമിച്ചില്ലെങ്കിൽ പിന്നെ ഞങ്ങളോട് ആരും ക്ഷമിക്കുന്നത്? ഇവരുടെയൊക്കെ സ്നേഹം കടലിൽ നിന്ന് വെച്ച് അച്ഛൻ അങ്ങനെ ഭരിക്കാൻ പറ്റുമോ? അച്ഛാ, നമ്മൾ തോൽക്കണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. അവന്തിക്ക് നമ്മളെ ചതിച്ചു, പക്ഷെ ഇതെല്ലാം നമ്മൾ തിരിച്ചു പിടിക്കും. ഞാൻ അച്ഛന് വാക്ക് തരാ. അച്ഛനും അച്ഛന്റെ മക്കൾക്കും അവകാശപ്പെട്ട ഒരു തരി സ്വത്ത് പോലും ഒരാളും കൊണ്ടുപോകില്ല.